السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. فإن زللتم من بعد ما جاءتكم البينات فاعلموا أن الله عزيز حكيم. ബഹുമാനം നിറഞ്ഞ സഹപ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വിശ്വാസികളെ, റഹ്മാനായ റബ്ബ് നമ്മെ സദാസമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളും സംസാരങ്ങളും ഇടപെടലുകളും ആ രൂപത്തിൽ മാറ്റിയെടുക്കണമേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാം യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുനിയാവിൻ്റെ ഏത് ഭാഗത്തു നിന്ന് മരണപ്പെടുകയാണെങ്കിലും ഒരു യഥാർത്ഥ മുസ്ലിമായി, മുഅ്മിനായി, മുവഹ്ഹിദായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മരിക്കുവാനുള്ള തൗഫീഖ് റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായി കഴിഞ്ഞുകൂടുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്, കുടുംബപരമായി പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹു എല്ലാ വിശ്വാസികളുടെയും പ്രയാസങ്ങളെല്ലാം നീക്കി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഇടയ്ക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ശരിക്കും സ്വന്തം നഫ്സിന്, സ്വന്തത്തെ ഒന്ന് ഒരു ഉന്മേഷം നൽകാനും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരർത്ഥത്തിൽ ശൈത്വാനിൻ്റെ ഷർറുകളിലേക്ക് ചാഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു രക്ഷ കിട്ടുവാനുമുള്ള ഒരു മരുന്നാണ് യഥാർത്ഥത്തിൽ തസ്കിയത്ത് ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. സാധാരണ ഈ തസ്കിയത്ത് ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ എന്താ നിലക്കാണ്. അതേസമയത്ത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു പ്രത്യേകിച്ച് യുവാക്കൾക്കൊക്കെ ഉള്ളത്, അല്ല കിതാബൊക്കെ വെച്ച് വായിക്കുകയാണെങ്കിൽ അതൊക്കെ ഭയങ്കര താല്പര്യമുള്ള വിഷയമാണ്. അതിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത് എന്ന നിലക്കാണ് ഒരു മനോഭാവമുള്ളത്. യഥാർത്ഥത്തിൽ രണ്ടും വേറെ വേറെ. തസ്കിയത്ത് നിരന്തരമായി നമുക്ക് ലഭിക്കണം. തസ്കിയത്ത് ലഭിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ മാറി ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഒരുപാട് ഇൽമുണ്ട്, പക്ഷെ തസ്കിയത്തില്ലെങ്കിലോ അവിടെയാണ് ഇതിന് ശൈത്താൻ പിടികൂടുന്നത്.
ഏറ്റവും വലിയ ആലിമാരാണ് ശൈത്താൻ. എല്ലാ ഇൽമും മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ എങ്ങനെ വഴിതെറ്റിക്കണമൊക്കെ കൃത്യമായി അറിയുന്ന ഒരാളാണ് ശൈത്താൻ. അതുകൊണ്ട് ശൈത്താൻ നല്ല വ്യക്തിയാവില്ല, ഇബ്ലീസ് നല്ല വ്യക്തി എന്നാലും പറയില്ല. അപ്പം ഇൽമും വേണം, അതുപോലെ തന്നെ തസ്കിയത്തുൻ നഫ്സ് അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിനോട് വലിയ താല്പര്യമില്ലാതെ ഇൽമ എന്ന് പറഞ്ഞ് മാത്രം എന്ത് ചെയ്യരുത് പോകും. നമ്മളെ ഇവിടെ ദാറുൽ കീഴിൽ എല്ലാ ഞായറും ഇൻഷാ അല്ലാഹ് നമുക്ക് ഇൽമ കുറച്ചും കൂടി ദീനിയായിക്കൊണ്ട് ആഴത്തിൽ പഠിക്കാൻ ഒരു അവസരം എല്ലാ ഞായറും ഇൻഷാ അല്ലാഹ് വരുന്ന ഞായർ മുതൽ തുടങ്ങണം. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തണം. അതിൻ്റെ കൂടെ ഏറ്റവും പ്രധാനമായി ഇങ്ങനെയുള്ള തസ്കിയത്ത് ക്ലാസ്സുകൾ അതും നല്ലപോലെ ഉപയോഗപ്പെടുത്തണം. കാരണം നമ്മളെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഷെയ്ത്താനിനൊരു സ്പേസ് കൊടുക്കാൻ പാടില്ല. ഷെയ്ത്താനിന് എവിടെ നമ്മൾ അവസരം കൊടുക്കുന്നു അവിടെ എന്ത് ചെയ്യും, പിന്നെ നമ്മൾ തെറ്റ് ജീവിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ ഓതി വെച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഇസ്ലാമിലേക്ക് നിങ്ങൾ പൂർണ്ണമായും പ്രവേശിക്കും. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതാണ് ദീനിൻ്റെ എല്ലാ വിഷയവും, ഇസ്ലാം പറഞ്ഞ എന്തൊക്കെ വിഷയങ്ങളുണ്ട് അതിലൊക്കെ പൂർണ്ണമായും നിങ്ങൾ പ്രവേശിക്കുന്നതാണ്. കുറച്ചൊക്കെ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ, മറ്റൊക്കെ നമുക്ക് തോന്നുന്ന നിയമങ്ങൾ അങ്ങനെ പറ്റില്ല. എവിടെയാണെങ്കിലും, ഏത് ക്യാമ്പസിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിലും, ഏത് നാട്ടിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിലും, ഏത് സാഹചര്യത്തിൽ ജീവിക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എന്നുണ്ടോ അതെന്ത് ചെയ്യും, പൂർണ്ണാർത്ഥത്തിൽ നിങ്ങൾ സ്വീകരിക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, ഇതിൽ നിന്ന് നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന, നിങ്ങളെ ഇതിലേക്ക് പ്രവേശിപ്പിക്കാതെ ഇങ്ങനെ മാറ്റി നിർത്താനുള്ള പരിശ്രമങ്ങൾ ആര് ചെയ്യും? ശൈത്താൻ ചെയ്യും. അതുകൊണ്ട് വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, ശൈത്താനിൻ്റെ പാതകൾ നിങ്ങൾ എന്ത് ചെയ്യണ്ട, പിന്തുടരണ്ട. മനസ്സിലിങ്ങനെ ശൈത്താൻ പറയും, നമുക്ക് നിസ്സാരല്ലേ, എല്ലാവരും ചെയ്യുന്നല്ലേ, എല്ലാവരും പ്രവർത്തിക്കുന്നില്ലേ, എല്ലാ ആളുകളും അതിലുണ്ട്, അതൊക്കെ ഒരു കാര്യം, അതൊക്കെ ഇന്നത്തെ കാലത്തൊക്കെ വലിയ എന്നൊന്നും ഒരു ഇതില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ കാലത്തിനനുസരിച്ച് കൊണ്ട് ശൈത്താൻ എന്ത് ചെയ്യും, അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുകൊള്ളും. അവിടെയാണ് വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ ഒരു സമയത്ത് പോലും, ഒരു സന്ദർഭത്തിൽ പോലും നിങ്ങളോട് നസീഹത്തില്ല. അവൻ പ്രത്യക്ഷ ശത്രുവാണ് ശൈത്താൻ. അതുകൊണ്ട് എന്ത് ചെയ്യണം, ആ ശൈത്താനിൻ്റെ മാർഗം, അവൻ്റെ പാത നിങ്ങൾ സ്വീകരിക്കല്ല, അതിന് പിൻപറ്റല്ല. നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി കൊണ്ട് പ്രവേശിക്കണം. ഇസ്ലാമിൽ ചിലത് മാത്രം സ്വീകരിക്കുക, ചിലത് ഒഴിവാക്കുക, അങ്ങനെയുള്ള ഒരു അവസ്ഥ ഒരു മുസ്ലിമിന് ഉണ്ടാവും. എല്ലാ വിഷയവും ഇസ്ലാം എന്ത് പറയുന്നു, എൻ്റെ വേഷവിധാനങ്ങൾ, ഇസ്ലാം എന്ത് പറയുന്നു, അവിടെയാണ് ഞാൻ എങ്ങനെയാണ് താടി വെക്കേണ്ടത്, അത് ഇസ്ലാം എന്ത് പറയുന്നു, അവിടെ നമ്മൾക്ക് എല്ലാ രംഗത്തും, എൻ്റെ സാമ്പത്തിക രംഗം, അങ്ങനെ തുടങ്ങി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഇടപെടുന്ന എല്ലാ വിഷയവും, ഇബാദത്തുകൾ മാത്രമല്ല. അപ്പോൾ നമ്മൾ മഗ്‌രിബ് നിസ്കാരം 3 റക്അത്ത് നിസ്കരിച്ചതുകൊണ്ട്, ഇസ്ലാം പറഞ്ഞതുകൊണ്ട്, അല്ലാഹ് കൽപ്പിച്ചതുകൊണ്ട്, അത് നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ പിന്നെ നമുക്ക് വേണ്ടി പോലെ ജീവിക്കാൻ കഴിയും ഇല്ല. അപ്പോൾ അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരും ആ രൂപത്തിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഇനി നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും ക്യാമ്പസ് ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും അള്ളാഹിൻ്റെ നിയമങ്ങളൊക്കെ മറന്നു പോകുന്നതാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇങ്ങനെ തസ്കിയത്ത് ക്ലാസ്സൊക്കെ എന്തിനാണ്? നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾ, ക്യാമ്പസ് ജീവിതം മാത്രമല്ല, കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, വേറെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ തിരക്കുകൾക്കിടയിൽ എന്ത് ചെയ്യും, പലപ്പോഴും അള്ളാഹിൻ്റെ ദീനിൽ നിന്ന് അല്ലെങ്കിൽ അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് നമ്മൾ വിട്ടു മറന്നുപോകും, സ്വാഭാവികം. അതുകൊണ്ടാണ് മഹാനായ ഹംദല റളിയല്ലാഹു തആല അള്ളാഹിൻ്റെ റസൂലിൻ്റെ അരികിലേക്ക് വരുന്ന ഒരു രംഗമുണ്ട്. ഹംദല കരഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുന്നിൽ കണ്ടപ്പോൾ എന്താ ഹംദല, എന്ത് പറ്റി? ഹംദല റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാഫഖ ഹംദല, അബൂബക്കറെ, ഹംദല മുനാഫിക്കായിരിക്കുന്നു. എന്ത്?
എന്താണെന്ന് ചോദിച്ചു. കാരണം അന്ന് മുനാഫിഖ് എന്ന് പറഞ്ഞ ഭയങ്കര വലിയ കാര്യമാണ്. ഒരാൾ നിഫാഖിന്റെ വ്യക്തിയായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗുരുതരമായ ഒരു പാപാണ്. അപ്പൊ എന്ത് പറ്റി ചോദിച്ചപ്പോൾ മഹാനായ അന്തല പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിലിരിക്കുമ്പോൾ ഭയങ്കര ഈമാനികമായിട്ടുള്ള ഒരു ആർജവം. ഖുർആനെ കുറിച്ച് കേൾക്കുമ്പോൾ, നരകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ, സ്വർഗത്തെ കുറിച്ച് കേൾക്കുമ്പോൾ, ഇന്ന് അതിൽ നിന്ന് പുറത്തു പോയി കുടുംബത്തൊപ്പം നമ്മളിങ്ങനെ കൂടുമ്പോൾ, നമ്മളെ കച്ചവടമായി മുന്നോട്ട് പോകുമ്പോൾ അതൊന്നും നമുക്ക് കിട്ടും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് എനിക്കും അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് എന്ത് ചെയ്യാം, അള്ളാഹിന്റെ റസൂലിന്റെ അരികിലേക്ക് എന്ന് ചോദിക്കും. അള്ളാഹിന്റെ റസൂലിന്റെ അരികിലേക്ക് വരുന്നത് തന്നെയാണ്. എന്നിട്ട് അവിടെയും മഹാനായ ഹംദല റളിയല്ലാഹു അൻഹു പറയാം, റസൂലെ നാഫഖ ഹംദല, ഹംദലക്ക് നിഫാഖ് പിടിപെട്ടിരിക്കുന്നു റസൂലെ. എന്ത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിശദീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഅതം വസാ, അത് ഓരോ സമയമാണ്. ചില സമയത്ത് എന്ത് ചെയ്യും, ഈമാൻ മാറി, ചില സമയത്ത് ഈമാൻ കുറയും. യസീദു ബിത്വാഅ, അള്ളാഹുവിനെ അനുസരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഈമാൻ വർദ്ധിക്കും. വയൻഖുസു ഫിൽ മഅസിയ, പാപങ്ങൾ ചെയ്യുമ്പോൾ, തെറ്റുകൾ ചെയ്യുമ്പോൾ, കുറ്റങ്ങൾ ചെയ്യുമ്പോൾ കുറയും. അപ്പൊ ഈമാന് എപ്പോഴും ആ ഗ്രാഫ് ഇങ്ങനെ മുകളിൽ നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതിനുള്ള ഒരു അവസരമാണ് തസ്കിയത്ത് ക്ലാസ് എന്ന് പറയുന്നത്, ഖുതുബകൾ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാ സൗകര്യമുണ്ട്. നമ്മളെ എല്ലാ ദിവസവും നേർവഴി എന്ന് പറയുന്ന ഒരു സാധനം, ഒരു 5 മിനിറ്റ് സമയം കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മൾ ഫാസിനെ ബന്ധപ്പെട്ടാണ്. എല്ലാ ദിവസവും എന്ത് തിരക്കുണ്ടെങ്കിലും കുറച്ച് സമയം കേൾക്കാൻ. നമ്മളെവിടെ യാത്ര ചെയ്യുകയാണെങ്കിൽ പീസ് റേഡിയോ പറയുന്ന സംവിധാനം. നമുക്ക് നമ്മളെ ഈമാൻ ഇങ്ങനെ ആ ഒരു എന്താ പറയുക, ആ ജ്വലിക്കുന്ന തീയായി നിലനിർത്താൻ കഴിയും. കാരണം ഇന്നത്തെ കാലം നമ്മളൊന്ന് ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ എന്തെടുത്ത് നോക്കിയാലും നമ്മൾ ഈമാനെ നഷ്ടപ്പെടുന്ന കാര്യമാണ്. എന്താ ഹൈറത്തിലുണ്ടാവും? വളരെ കുറച്ച്. ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട് കേട്ടോ, ഹൈറിന് വേണ്ടി, നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ. അങ്ങനെ നമ്മൾ തീരുമാനിച്ച് നമുക്കും പറ്റും. പക്ഷെ ഏറ്റവും കൂടുതലുള്ളത് അതിൽ മോശമായ കാര്യം, തെറ്റായ കാര്യം, വേണ്ടാത്ത കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ റബ്ബിന്റെ സ്മരണയിൽ നിന്ന് നമ്മളെ ജീവിതത്തിന്റെ തിരക്കുകൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളെ മാറ്റിക്കൊണ്ടാൻ പാടില്ല. നമ്മൾ ക്യാമ്പസിൽ ഏത് ഉന്നതമായ സ്ഥാനത്തും എത്താൻ ഇസ്ലാം വിരോധമല്ല. ചില ആളുകൾ അങ്ങനെ പറയും, പ്രത്യേകിച്ച് യുവാക്കളൊക്കെ എന്ത് ചെയ്യും, അത് ശരിയല്ല, മറ്റേത് പഠിക്കൽ ശരിയല്ല, ഇത് പഠിക്കൽ ശരിയല്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കാര്യം. എത്രയോ ആളുകൾ എഞ്ചിനീയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന പകുതിയിൽ വെച്ച് നിർത്തിയ ആളുകളുണ്ട്. ഡോക്ടർ പഠിച്ച് പകുതിയിൽ നിർത്തിയ ആളുണ്ട്. ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. അത് ശരിയല്ലാക്കിയാൽ എന്നും ശരിയല്ല, ദുനിയാവിൽ ജീവിക്കുന്നതിന് ശരിയല്ല എന്ന് പറയുന്നത്. കാരണം തിന്മകൾ എല്ലാ സ്ഥലത്തുണ്ടാവും. ആ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹു നിനക്ക് നൽകിയതിൽ നീ എന്ത് ചെയ്യാം, അതുകൊണ്ട് ആഖിറത്ത് നേടാൻ നിങ്ങൾ നീ പരിശ്രമിക്കും. അള്ളാഹ് നിനക്ക് ദുനിയാവിൽ എന്താണോ നൽകിയത്, ആ നൽകിയത് കൊണ്ട് ആഖിറം നേടാനാണ് നീ പരിശ്രമിക്കുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തൻസ നസീബക മിനദ് ദുനിയ, ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും ഒരു നസീബ് വെച്ചിട്ടുണ്ട്, ഓഹരി വെച്ചിട്ടുണ്ട്. അത് മറന്നു പോകാൻ പാടില്ല. ചിലപ്പോൾ അള്ളാഹു അവർക്ക് വെച്ച് നോക്കി, നിങ്ങളിപ്പോൾ നമ്മളൊക്കെ ഈ പല ആൾക്കാരും ഈ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ലോയർ പഠിക്കുന്നത്, LLB പഠിക്കുന്നത് വേണ്ടെന്നാണ്, ശരിയല്ല ഇങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മളൊരു പള്ളിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് വന്നാൽ അത് വാദിക്കാനാണല്ലോ നമ്മളൊരു മുസ്ലിമിൻ്റെ സഹായം തരുന്നത്. അള്ളാഹിൻ്റെ പള്ളിനെ കുറിച്ച് അത് ആ തർക്കം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ അത് വാദിച്ച് ജയിക്കാൻ വേണ്ടി നമ്മൾ സഹായം തരുന്ന ഒരു മുസ്ലിമിനാണ്. അത് വേണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അത് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അത് ഉണ്ടാവട്ടെ. എല്ലാ അർത്ഥത്തിലും ഇന്ന് ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യാൻ അർഹപ്പെട്ട ആൾക്കാരാണ് മുസ്ലിമീങ്ങളാണ്. കാരണം അതിനുള്ള ബുദ്ധിയും പൂവത്തും ശക്തിയും പടച്ചിറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞത്, പണ്ട് കാലത്ത് യുദ്ധത്തിന് വേണ്ടി തയ്യാറാവുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇന്നത്തെ കാലത്ത് യുദ്ധമുണ്ടോ? ഇല്ല. ഇന്ന് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ റെഡിയായി നിൽക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇന്ന് എല്ലാ നിയമപരമായ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങളിൽ മുസ്ലിമായ ഒരു വ്യക്തി, മുവഹിദായ ഒരു വ്യക്തി എത്തിപ്പെടാനാണ് ശ്രമിക്കേണ്ടത്. ഒന്നും ചെയ്യാൻ പാടില്ല, ചെറുതായി കാണുന്ന.
അപ്പൊ അതിന്റെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ആഖിറ നഷ്ടപ്പെടാൻ പാടില്ല. അതാണ് ഏറ്റവും പ്രധാനം. കച്ചവടത്തിന്റെ പേരിൽ ആഖിറ നഷ്ടപ്പെടാൻ പാടില്ല. നമ്മളൊരു ക്യാമ്പസിൽ ഉന്നതമായ സ്ഥാപനത്ത് പഠിക്കുന്നു എന്നതിന്റെ പേരിൽ ആഖിറ എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെടാൻ പാടില്ല. നമ്മൾ ഡോക്ടർ പഠിക്കുന്നു അല്ലെങ്കിൽ എഞ്ചിനീയർ പഠിക്കുന്നു, അല്ല വേറൊന്നും, അത് പഠിക്കുന്നു എന്നതിന്റെ പേരിൽ ആഖിറ നഷ്ടപ്പെടാൻ പാടില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയ. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ഓഹരിയും അല്ലാഹു എന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. അത് ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല എന്നതാണ്. കാരണം ഏറ്റവും ആത്യന്തികമായ വിഷയം നമുക്ക് പരലോകത്ത് സ്വർഗം നേടിയെടുക്കുക എന്നതാണ്. ദുനിയാവല്ല, ദുനിയാവ് വളരെ കുറച്ചു. നമ്മളെ പഠനം പൂർത്തിയാകണമെന്നില്ല. പഠിക്കുന്നതിനിടയിൽ മരണപ്പെട്ട ആളുകൾ എത്ര ആളുകളുണ്ട് പഠിക്കുന്നതിനിടയിൽ. നമുക്ക് അറിയുന്ന, ഞാൻ റിയാദിൽ കുറച്ചു കാലമുള്ള സമയത്ത് നമ്മളെ അഡ്വക്കേറ്റ് ഹബീബ് ഖാൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ, ഏറ്റവും അടുത്ത ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകന് 10ാം ക്ലാസ് കഴിഞ്ഞു. എന്നിട്ട് +1 PUC, +1 എന്ന് പറഞ്ഞു, മംഗലാപുരത്ത് +1 എന്ന് പറയും, PUC എന്ന് പറയും. +1 ആദ്യ ദിവസം കോളേജിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി, ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി ഇങ്ങനെ വരുന്നത് കാണുന്നില്ല. ആദ്യ ദിവസം നോക്കുമ്പോൾ പൊരിഞ്ഞ് വീണ് കിടക്കുന്നതാണ് കാണുന്നത്. ഹോസ്പിറ്റലിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മകന് ഏറ്റവും പെട്ടെന്ന് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുന്നത്. ഒരു ഹാർട്ട് അറ്റാക്കുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളിലാണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതാ പറഞ്ഞ് നമ്മൾ പഠനം പൂർത്തിയാകണമെന്ന് പറയാൻ പറ്റില്ല. ഇനി പഠനം പൂർത്തിയായി നല്ലൊരു ജോലിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നവർ പറഞ്ഞൊരു ഉറപ്പില്ല, ഒന്നും ഒരു ഉറപ്പില്ല. അതുകൊണ്ട് നമ്മൾ ദുനിയാവിൽ ഇങ്ങനെ ശാശ്വതമായി ജീവിച്ചു പോകാമെന്ന് പറയാൻ കഴിയും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാവരും ഉണ്ടാകും. ഏതാ സമയം, എവിടെ, എങ്ങനെ ഒന്നറിയില്ല. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്. നിങ്ങൾക്ക് പല ആളുകളും നിങ്ങളുടെ നാടുകൾ വിട്ട് ഇവിടെ വന്ന് പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നൊരു ഉറപ്പില്ല. അതാണ് നമ്മളെ ജീവിതം. എപ്പോഴാണ് തീർന്നു പോകുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന് പറയാൻ കഴിയും. അങ്ങനെയാണ് എത്ര ആളുകൾ. ഇപ്പോൾ കഴിഞ്ഞ പോലെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് നാട്ടിൽ പോയി മരണപ്പെട്ടത്. ഇവിടെ നമ്മൾ പഠിക്കുന്ന, ഇവിടെ നമ്മുടെ ക്ലാസ്സിലൊക്കെ പങ്കെടുത്തിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യം. അങ്ങനെ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്ന വിഷയം അതാണ്, എല്ലാവരും മരണപ്പെടും. ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. എന്താ നമ്മൾ പ്രവർത്തിച്ചത്, അതിൻ്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ നൽകും. എത്ര നന്മ പ്രവർത്തിച്ചിരുന്നു ആ തോതിനനുസരിച്ച് അല്ലാഹു നമുക്ക് പ്രതിഫലം. ഒന്നുപോലും അക്രമം അല്ലാഹു. ക്യാമ്പസിൽ പടച്ചറപ്പിന് പേടിച്ചിട്ടുണ്ടോ, അതിന് പ്രതിഫലം. ഒരു തിന്മക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മുടെ മുന്നിൽ കിട്ടുമ്പോൾ അതിൽ നിന്ന് റബ്ബിനെ പേടിച്ചുകൊണ്ട് മാറി നിന്നിട്ടുണ്ടോ, അതിന്റെ പ്രതിഫലം പടച്ച റബ്ബ് നമുക്ക് നൽകുന്നതാണ്. എല്ലാ ആളുകളും നമസ്കാരത്തിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. എത്ര വലിയ സൗഭാഗ്യം, 5 വക്ത് ജമാഅത്തോടുകൂടി നമസ്കരിക്കാൻ. ഇതുപോലെ എത്രയോ ആളുകൾക്ക് അതിന് അവസരം ഉണ്ടായിട്ട് പോലും നിസ്കരിക്കാൻ. നമ്മളത് എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം പടച്ച റബ്ബ് നൽകും. നമ്മളെ എക്സാം എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളെ നിസ്കാരം മുടക്കാൻ പാടില്ല. നമ്മളെ ക്യാമ്പസിലുള്ള ജീവിതം ഒരു നന്മക്കും തടസ്സമാവരുത്. തിന്മ ചെയ്യാനുള്ള ഒരു അവസരമായി കാണരുത്. നമ്മളെ കച്ചവടം അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ ഇടപെടുന്ന ഏത് മേഖലയും നമുക്ക് ഹൈറുകൾ തടയാൻ പാടില്ല. അതിന്റെ പ്രതിഫലമൊക്കെ പരലോകത്ത് തരട്ടെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ഫമൻ സുഹ്സിയ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആര് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു അവനാണ് ഏറ്റവും വലിയ വിജയം കരസ്ഥമാക്കി. എന്താ ഏറ്റവും വലിയ വിജയം? ദുനിയാവിൽ ഒരുപാട് സമ്പത്ത് ഉണ്ടാവുന്നില്ല. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അങ്ങനെ പെട്ടെന്ന് സമ്പത്ത് ഉണ്ടാവും, നല്ലൊരു വണ്ടി ഉണ്ടാവും, നല്ലൊരു എന്താ പറയുക, നല്ല സെറ്റിലായ ഒരു ജീവിതം വേണം. എന്താഗ്രഹിക്കും എന്ന് പോയി വാങ്ങാൻ, എന്ത് മനസ്സാഗ്രഹിക്കും അതൊക്കെ നേടിയെടുക്കാനുള്ള ഒരു ജീവിതമാണ്. ആ രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കാം. ഇത് മാത്രം ആലോചിച്ച് കിടക്കുന്ന ആൾക്കാർ, അതിനുവേണ്ടി ഏത് മാർഗം സ്വീകരിക്കുന്ന ഒരവസ്ഥ. അവിടെ ആര് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു അവനാണ് എല്ലാ വിജയം കരസ്ഥമാക്കിയത്. ഏറ്റവും വലിയ വിജയം അതാണ്.
ആ വിജയത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും അതിനു വേണ്ടിയിട്ടാണ്. റബ്ബേ ആ വിജയം എനിക്ക് നൽകി. കാരണം എന്താ, ദുനിയാവിൽ എന്ത് കിട്ടിയാലും ഒരുപാട് സ്വത്തുണ്ടെന്ന് വിചാരിക്കും. നമ്മൾ മരിച്ച അതൊക്കെ കഴിഞ്ഞില്ലേ. നമ്മൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയ ഒരു മൊബൈൽ ഫോണാണ് നമ്മൾ ഉപയോഗിക്കുക. ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ച ഒരു വ്യക്തി മരണപ്പെട്ടു. അതുകൊണ്ട് എന്താ നേട്ടം? നേട്ടമില്ല. ഒക്കെ വിട്ടയച്ചു പോകും. നമ്മൾ ഇട്ട വസ്ത്രം പോലും അതുപോലും വിട്ടയച്ചു പോകും. നമ്മൾ ഉപയോഗിച്ച വണ്ടി, നമ്മളെ വസ്ത്രം, നമ്മൾ ധരിച്ച ചെരുപ്പ്, നമ്മൾ ഇട്ട വാച്ച് എല്ലാം ഒക്കെ വിട്ടേച്ചു പോകുന്ന ആ ദിവസം, ആ ഒരു സന്ദർഭം, അതിനുശേഷമുള്ള ജീവിതം, അവിടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് ആര് പ്രവേശിച്ചു, അവരാണ് ഏറ്റവും വലിയ വിജയം കരസ്ഥമാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റഹ്മാനായ റബ്ബിന്റെ കാരുണ്യം ഈ വിജയത്തിൽ നിന്ന് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത്, നിങ്ങളെ തടയുന്നത് ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളാണ്. അതുകൊണ്ട് ഈ ദുനിയാവിലെ ജീവിതം വഞ്ചിക്കപ്പെടുന്ന വിഭവം മാത്രമാണ്, വഞ്ചനയുടെ ലോകമാണ്. കാരണം ഇത് ശാശ്വതമാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ, നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മറ്റേത് വേണം മറിച്ച്, എന്താ ഒരു ഉറപ്പില്ലാത്ത മനുഷ്യനാണ്. അടുത്ത സെക്കൻഡിൽ ഞാൻ ജീവിച്ചിട്ടിരിക്കുമെന്ന് ഒരു ഉറപ്പും നൽകാൻ കഴിയാത്ത മനുഷ്യനാണ് ഇതിന് പിന്നാലെ പറയുന്നത്. ആ വഞ്ചനയിൽ ചെയ്യാൻ പാടില്ല. നമ്മൾ ആരും ഉൾപ്പെടാൻ പാടില്ല. നമ്മൾ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം പരലോകം നേടുക എന്നത് തന്നെയാണ്. പലപ്പോഴും സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, പലപ്പോഴും നമ്മളെ മൊബൈൽ ഫോണുകൾ എന്ത് ചെയ്യാണ്, നമുക്ക് വലിയ മാരകമായി തീരുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ദുരന്തങ്ങളായി നമ്മൾ ഉപയോഗിക്കുന്ന അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്താണ് യഥാർത്ഥത്തിൽ മൊബൈൽ ഫോൺ. കാരണം ഇന്ന് എല്ലാ സൗകര്യങ്ങളും നമുക്ക് ദീൻ പഠിക്കാനും ദീൻ കേൾക്കാനും നമുക്ക്, ഞാൻ പറഞ്ഞുതരാം എന്തെന്ത് സൗകര്യങ്ങളാണ്. പീസ് റേഡിയോ പോലെയുള്ള ഖുർആൻ പഠിക്കാനുള്ള സൗകര്യം ഒക്കെ നമുക്ക് മുന്നിലാണ്. പക്ഷെ അതെന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് ജീവിതത്തിൽ ദുരന്തങ്ങളാകരുത്, നമ്മൾ നരകത്തിലേക്ക് എത്താൻ ഒരു കാരണമാകരുത് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ. അത് വളരെ ഏറെ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ വിഷയം എന്താ, നമ്മളെ കൂട്ടുകാരാണ് പലപ്പോഴും പല തിന്മകൾക്കും എല്ലാത്തിനും നമുക്ക് കൂട്ടുന്നതാണ്. നമ്മുടെ കൂട്ടുകാരൻ, ചങ്ങായിപ്പാട്, ഫ്രണ്ട്ഷിപ്പ്, ഇതാണ് പലപ്പോഴും നമ്മളെല്ലാ അർത്ഥത്തിലും, അല്ലേ, പലപ്പോഴും എന്താ പറഞ്ഞാൽ ഈ മയക്കുമരുന്നിന് അടിമപ്പെടുന്നത് കൂട്ടുകാരുടെ ഭാഗമാണ്. അല്ലെങ്കിൽ ഏത് വേണ്ടാത്തരം നോക്കിയാൽ അതിൻ്റെ ഒരു തുടക്കം നമുക്കുണ്ടായിരുന്ന ഒരു ചങ്ങായിപ്പാടായിരിക്കും, ഒരു ഫ്രണ്ട്സ് ആയിരിക്കും. ആ ഫ്രണ്ട് കാരനായിരിക്കും നമ്മൾ ഈ തെറ്റിൽ ഇന്നും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകും. പ്രിയമുള്ളവർ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര ഗൗരവമായിട്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയത്തിൽ മറച്ചു വെച്ച് എന്ത് കാര്യം ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കണം. എൻ്റെ ഹൃദയത്തിൽ എന്താ ഉള്ളത് മറച്ചു വെച്ചത്, അതറിയുന്നവനാരാ? പടച്ചറബാണ്. ഇപ്പൊ എൻ്റെ ഹൃദയത്തിലുള്ള നിങ്ങൾ അറിയില്ല, നിങ്ങളെ ഹൃദയത്തിലുള്ളത് അടുത്തിരിക്കുന്ന വ്യക്തി പോലെ അറിയില്ല, നമ്മളെ കൂടെ പിറപ്പായിക്കൊണ്ട് കിടക്കുന്ന നമ്മളെ ഭാര്യ പോലെ അറിയില്ല, എന്നാൽ അല്ലാഹ് അറിയുന്നുണ്ട്. അതാ പറഞ്ഞത്, നമ്മളെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച മറച്ചു വെച്ച കാര്യവും അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന്റെ കട്ടുനോട്ടവും അറിയുന്നവരാണ്. ആരും കാണണമെന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ ഈ മൊബൈലൊക്കെ ചില സ്ക്രീനൊക്കെ വരുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുമ്പോൾ തൊട്ടടുത്ത് ഇരുന്ന് നമ്മളെ പോലെ കാണില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെ പലതും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ആര് കണ്ടില്ലെങ്കിലും ആരറിയും? നീ നിന്റെ മൊബൈലിന്റെ ഫോണുകളിൽ സ്വകാര്യമായ അവസ്ഥയിൽ എന്ത് കാണുന്നു അതൊക്കെ പടച്ച റബ്ബിന്റെ കോടതിയിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഒന്നുപോലും അതൊന്നും മിസ്സാവില്ല. ഇത് മനസ്സിലാക്കിയ പഠിച്ച ഒരു വ്യക്തിക്ക് എങ്ങനെ തിന്മ ചെയ്യാൻ കഴിയും? എൻ്റെ റബ്ബ് എന്നെ സ്നേഹിക്കുന്ന അൽവദൂദ്, പടപ്പുകളി കൂട്ടത്തിൽ നമ്മൾ പല ആളുകളും പരസ്പരം സ്നേഹിക്കും, അതിനേക്കാളപ്പുറം നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ റബ്ബ് ഇതൊക്കെ കാണുന്നു. ഞാൻ ഒരു തിന്മ, നമ്മൾ എന്തുകൊണ്ട് ആളുകൾ കാണുന്ന തിന്മ എന്തെങ്കിലും കാണാത്തെന്താ, വേണ്ടാത്തവരെന്ത് കാണാത്തെന്താ? ഇത് കാണും, ഇതിന് ഊന്നിൽ തെറ്റും, വരെ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനേക്കാളും നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ റബ്ബ് നമ്മളൊരു തെറ്റ് കാണുമ്പോൾ, തിന്മകൾ കാണുമ്പോൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ
എങ്ങനെ ആ ബോധ്യമുള്ള ഒരു വ്യക്തി എങ്ങനെ കാണാൻ പാടാത്ത? അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു യഅലമു ഖായിനത്തൽ അയുൻ, നിങ്ങളുടെ കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവർ പഠിച്ചതാണ്. ആ ബോധ്യം ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും ജീവിതത്തിൽ തെറ്റുകളിലേക്ക് പോകില്ല. ഒക്കെ തടസ്സപ്പെടുത്തും. ആ വാതിലുകളൊക്കെ അടക്കാനുള്ള എല്ലാ കാര്യം പഠിച്ചറന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വലാ തഖറബുസ് സിന, നിങ്ങൾ എന്ത് ചെയ്യണം? വ്യഭിചാരത്തിലേക്ക് അടുക്കണ്ട. വ്യഭിചാരം ചെയ്യരുതെന്നല്ല നമ്മൾ കേട്ടിട്ടുണ്ട്, അടുക്കരുത് എന്നാണ്. അതുമായി ബന്ധപ്പെട്ട് ഒന്നിലേക്കും വേണ്ട. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു തരാം. അല്ലൈനാനി സിനാഹുമാ അന്നളർ, കണ്ണുകൊണ്ടുള്ള സിന എന്ന് പറയുന്നത് നോട്ടമാണ്. നമുക്ക് അനുവാദമില്ലാതെ നോക്കാൻ പാടില്ല. നമ്മൾ നടക്കുന്ന സമയത്ത് ഒരുപാട് കാണും. അതൊക്കെ കണ്ട് ആസ്വദിക്കാവുന്നവരല്ല നമ്മൾ. കണ്ണ് താഴ്ത്തിട്ട് പോകണം. വിശ്വാസികളോടും വിശ്വാസിനികളായ പെണ്ണുങ്ങളോടും ആണുങ്ങളോടും അല്ലാഹു പറഞ്ഞതാണ്, നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ, അവരവരുടെ കണ്ണുകൾ താഴ്ത്തട്ടെ. വിശ്വാസിനികളോട് പറഞ്ഞു കൊടുക്കൂ, അവരവരുടെ കണ്ണുകൾ താഴ്ത്തട്ടെ. ആണുങ്ങൾ മാത്രമല്ല, പല പെണ്ണുങ്ങളും അങ്ങനെ വിചാരിച്ചത് ആണുങ്ങൾ താഴ്ത്തിയ മതി, പെണ്ണുങ്ങൾക്ക് കണ്ണുമാണ്. രണ്ടു കൂട്ടരോടുമാണ് നിങ്ങൾ കണ്ണുകൾ താഴ്ത്തുക. നിങ്ങൾക്ക് നോക്കാൻ അനുവാദമില്ലാത്തത് ഒരിക്കലും നോക്കാൻ പാടില്ല. അതുകൊണ്ട് മുൻഗാമികളിൽ ചില ആളുകളെ കുറിച്ച് കാണുന്നത് നടക്കുമ്പോൾ ഇങ്ങനെ കണ്ണ് താഴ്ത്തിയിട്ട് നടക്കുന്ന, കണ്ണ് താഴ്ത്തിയിട്ട് നടക്കും. എത്ര ഗൗരവത്തിലാണ് ഇന്നത്തെ കാലത്ത് ഈ ഹദീസൊക്കെ വെച്ചിട്ടൊന്ന്, ഈ ആയത്തും ഹദീസൊക്കെ വെച്ചിട്ട് ഒരു താരതമ്യമായി നമുക്ക് ഇന്ന് നമ്മൾ ഇങ്ങനെ നോക്കിയൊക്കെ കാണുന്നത് വളരെ മോശമായ കാര്യം. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് കണ്ണുകൊണ്ടുള്ള സിന എന്ന് പറഞ്ഞാൽ അത് നോട്ടാണ്. വ്യഭിചരിക്കണമെന്നില്ല, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമുണ്ട്, അത് നോക്കലാണ്. കാതുകൊണ്ടുള്ള വ്യഭിചാരം അല്ലിസ്തിമാ, കേൾക്കലാണ്. എന്തു കേൾക്കാം, എന്തും നോക്കാം. ഒക്കെ അല്ല തന്നല്ലേ, കണ്ണ് തന്നിട്ട് കാതൊന്നും എനിക്കൊന്നും ചെയ്യും അങ്ങനെ കഴിയും. ഒരു മുസ്ലിമായി കഴിഞ്ഞാൽ അവർക്ക് ചില നിർബന്ധങ്ങളുണ്ട്. അവൻ നോക്കാൻ പാടുള്ളത് എന്തൊക്കെ, കേൾക്കാൻ പാടുള്ളത് എന്തൊക്കെയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വരാൻ നിർബന്ധമില്ല, ആരും നിർബന്ധിക്കാൻ പറ്റില്ല, അല്ലെ? ഖുർആൻ പറഞ്ഞതാണ് ദീനിന്റെ കാര്യത്തിൽ ബലാത്കാരമില്ല. ഇന്ന് ദീനിലേക്ക് ഒരാൾ വന്നാൽ, ഞാൻ മുസ്ലിമായി എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് കുറെ കാര്യം നിർബന്ധമാണ്. ദീനിലേക്ക് വരാൻ എന്തില്ല, ഒരു മുസ്താഫിനെ പഠിച്ചിട്ട് ദീനിലേക്ക് വരണമെന്ന് പറഞ്ഞില്ല. ഒരാൾ മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അയാളുടെ മേൽ കുറെ കാര്യങ്ങൾ നിർബന്ധം. അവൻ എന്ത് നോക്കണം, എന്ത് കേൾക്കണം, എന്ത് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ആ രൂപത്തിലേ ജീവിക്കാൻ പാടുള്ളതാണ്. അതുകൊണ്ടാണ് സഹോദരന്മാരെ ഈ കാര്യം വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് കാണാൻ പാടില്ല, നമ്മൾ കാണാൻ പാടില്ല. കുറേ പേരും നമ്മൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ റീൽസായി വീഡിയോസായി കുറേ പേരും അതൊക്കെ കണ്ട് ആസ്വദിക്കാനുള്ളതല്ല. നമ്മൾ അതിനു വേണ്ടി സമയം ചെലവഴിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് വളരെ സൂക്ഷ്മമായ ഒരു ജീവിതം നമുക്കുണ്ടാവും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യൗമ തുബുല സറായിർ, രഹസ്യങ്ങളൊക്കെ പരസ്യമാക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. രഹസ്യങ്ങളൊക്കെ അതൊക്കെ പരസ്യമാക്കുന്ന, പരിശോധിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ തിന്മകൾ, അതിൽ നിന്ന് മടങ്ങിയില്ല എങ്കിൽ വളരെ അപകടമാണ് സഹോദരങ്ങളെ. അതും വെച്ച് നിലനിർത്തി പോവാണെങ്കിൽ അവന്റെ അമലുകൾ മുഴുവനും നഷ്ടപ്പെടുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് സുപരിചിതമായ ഹദീസാണ്, ഖുതുബയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. സ്വഹാബ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്. സ്വഹാബ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു കൂട്ടം ആളുകളുണ്ട്, അവർ നാളെ പരലോകത്ത് വെളുത്ത തിഹാമ പർവ്വതം, പർവ്വതം എന്ന് പറഞ്ഞാൽ തന്നെ എടുത്തു കാണുന്ന സാധനം, ആ വെളുത്ത ഒരു പർവ്വതം എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും, ഒന്നുകൂടി എടുത്തുന്ന അത്രയേറെ ഹസനാത്തുമായി വരുന്നതാണ്, അത്രയേറെ സൽക്കർമ്മങ്ങളുമായി പരലോകത്ത് ഒക്കെ ഉണ്ടാവും. ദഅവത്ത് ഉണ്ടാവും, നിസ്കരിച്ചതുണ്ടാവും, സ്വതക്ക കൊടുത്തതും ഒക്കെ ഉണ്ടാവും. എന്നാൽ ആ മനുഷ്യന്റെ പ്രവർത്തികളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ധൂളികളാക്കി ഒന്നും ഉണ്ടാവും. മഹാനായ സൗബാൻ റളിയല്ലാഹു തആല റസൂലെ ആരവർ അവരെ കുറിച്ച് പറഞ്ഞു. എന്തിനാ? എന്നിട്ട് തീരുമാനിക്കാനല്ല, ഇവനങ്ങനെ മറ്റവനങ്ങനെ എന്ന് പറയുന്നില്ല, നമ്മൾ ആ കൂട്ടത്തിൽ പെടാതിരിക്കാൻ. അതാണ് സ്വഹാബത്ത്. നമ്മൾ എന്തെങ്കിലും കേട്ട മറ്റുള്ളവനൊന്നും അവനെ കുറിച്ച് പറഞ്ഞു, അവൻ്റെ അടുത്ത് സ്വഹാബത്ത് അവരെങ്ങനെയായിരുന്നു, എന്ത് കേട്ടാലും നമ്മൾ ആ കൂട്ടത്തിൽ പെടാൻ പാടില്ല. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയാം, റസൂലെ ആരവർ?
അവരെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരും. ആ കൂട്ടത്തിൽ നമ്മൾ പെടാതിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വളരെ വിശദമായി പറഞ്ഞു കൊടുത്തു. അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ രാത്രി അവർ ഉപയോഗപ്പെടും. അപ്പോൾ നമസ്കരിക്ക് രാത്രി നമസ്കാരം പോലുമുള്ള ആളുകളാണ്. വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലു ബിമഹാരിമില്ലാഹ് ഇൻതഹഖുഹാ. അവർ ഒറ്റക്കായി കഴിഞ്ഞാൽ, രഹസ്യമായി ഏകാന്തയിൽ ഏർപ്പെട്ടാൽ ഹറാമുകൾ അവർക്ക് വേണ്ടതുപോലെ യഥേഷ്ട ചെയ്യുന്ന ആളുകൾ. ഏകാന്തം ആൾക്കാർ നമുക്ക് ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല. 10 ആൾ കൂടുമ്പോൾ 4 ആൾ കൂടുമ്പോൾ ഒക്കെ ഭയങ്കര ഉഷാർ, ഒരു കുഴപ്പമില്ല, ഭയങ്കര ദീനിയാണ്, ഭയങ്കര നിസ്കാരമാണ്, ഭയങ്കര കൂടെ ആളൊക്കെ പറയും. പക്ഷെ ഒറ്റക്കായി കഴിഞ്ഞാൽ, അവന്റെ റൂമിൽ അവന്റെ വീട്ടിൽ വാതിലടിച്ചു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ടാണ്. ഹറാമുകൾ നിശ്ചയിക്കും, വേണ്ടാത്തത് നോക്കും, കേൾക്കും, പ്രവർത്തിക്കും, ഒക്കെ ചെയ്യും. അങ്ങനെയുള്ള മനുഷ്യൻ നാളെ പരലോകത്തെത്തുമ്പോൾ അയാളെ ചെയ്ത നന്മകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ ധൂളികളാക്കി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എത്ര ഗൗരവത്തിൽ ഇന്ന് നമ്മൾ കയ്യിലുള്ള മൊബൈൽ ഫോൺ, എന്ത് നമ്മൾ തിരഞ്ഞാലും കിട്ടുന്ന സാധനം, എന്ത് നമ്മൾ തിരഞ്ഞു ആരും അറിയില്ല. ഒക്കെ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒക്കെ ഡിലീറ്റ് ചെയ്താലും ആരും ഒരു മനുഷ്യനറിയില്ല. ഒക്കെ വിചാരിക്കും ഭയങ്കര ക്ലിയറാണ്, ഭയങ്കര ക്ലാരിറ്റി ഉള്ളതാണ്. പക്ഷെ അള്ളാഹിൻ്റെ അടുത്താണ് നമ്മൾ ക്ലാരിറ്റി ഉള്ള വ്യക്തിയാണ്, മനുഷ്യന്മാരുടെ അടുത്തില്ല. റബ്ബിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു തിന്മകൾ, ഹറാമുകൾ പ്രവർത്തിക്കാത്ത വ്യക്തിയാകണം. പലപ്പോഴും എന്തറിയാം, പലപ്പോഴും ഇത് പറയും കൂട്ടത്തിൽ പറയേണ്ടത് പല ആളുകളും വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര ഉഷാറാണ്, ഞാൻ ഭയങ്കര ഉഷാറാണ്. എൻ്റെ ക്യാമ്പസിൽ പഠിക്കുന്ന, എൻ്റെ ഹോസ്റ്റലിലുള്ള പല കുട്ടികളെക്കാളും ഞാൻ ഉഷാറാണ്. ഞാൻ നിസ്കരിക്കും, കുറേ ഖുർആൻ ഓതും, ദിക്റുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒരു തെറ്റല്ലേ, ഒരു തിന്മയല്ലേ, ഒന്നല്ലേ എന്ന്. ഇത് ശൈത്താൻ ഉണ്ടാക്കുന്ന മനസ്സിലേക്ക് കൊടുക്കുന്ന സമാധാനം. ഒന്നല്ലേ എന്ന് പറഞ്ഞു ആറൊന്നും നീ ചെയ്യും, മറ്റവർക്ക് അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അയാൾക്ക് എന്തൊക്കെയാ ചെയ്യുക, അവരെന്തൊക്കെ ചെയ്യുന്നു, നീ അത്രയൊന്നും ചെയ്യുന്നില്ല, ഒന്നല്ല, കുഴപ്പമില്ല. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന വളരെ ചിന്തിക്കേണ്ട ഒരു വാക്ക്, യബ്ന ആദം, ആദമിന്റെ മോനെ, ഖറജ അബൂക ആദമ മിനൽ ജന്നതി ബിദംബിൻ വാഹിദിൻ. നിന്റെ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സ്വർഗത്ത് നിന്ന് പുറത്താക്കിയത് ഒരൊറ്റ തെറ്റുകാരനാണ്. ഒരു തെറ്റ് മതി സ്വർഗം നഷ്ടപ്പെടും. ഒരൊറ്റ തെറ്റ് ചെയ്യുന്ന, ആർക്കും അറിയാതെ നമ്മുടെ കൂടെ പിറപ്പായിരിക്കുന്ന ഒരു തെറ്റ് മതി സ്വർഗം നഷ്ടപ്പെടും. തൗബ ചെയ്യാൻ സമയം കിട്ടണമെന്നില്ല. സ്വർഗം തൗബ ചെയ്യാൻ സമയം കിട്ടിയാലല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കും. അതിന് സമയം കിട്ടണമെന്നില്ല. കാരണം അവന്റെ മരണം എപ്പോഴാണ് അവർക്ക് തന്നെ അറിയില്ല, നിന്റെ മരണം എപ്പോഴാണ് എനിക്കറിയില്ല. അപ്പൊ ഒരു തെറ്റ് മതി യഥാർത്ഥത്തിൽ അവന്റെ സ്വർഗം നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാകാൻ പാടില്ല, തിന്മകളിൽ നമ്മൾ ഏർപ്പെടാൻ പാടില്ല. മഹാന്മാരായ ഉലമാവ് പറഞ്ഞത് കാണാൻ സാധിക്കും. ഹറാമുകൾ ചെയ്യുന്ന ആളുകൾ അവർ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ആ ഹറാമ് ചെയ്യുന്ന സമയത്തായിരിക്കും മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കാൻ വേണ്ടി വരും. ആലോചിക്കുക ആ ഒരു അവസ്ഥ. നമ്മൾ റൂമിൽ ഒറ്റക്കായി ഹറാമ് ചെയ്യുന്ന സമയത്താണ് മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കാൻ വരുന്നതെങ്കിൽ ദുനിയാവിൽ വശറായി, ദുനിയാവിൽ വശറായ മനുഷ്യൻ എന്തായിരുന്നു അവൻ്റെ അവസ്ഥ? വളരെ മോശപ്പെട്ട ഒരവസ്ഥയിൽ. അതുകൊണ്ട് എപ്പോഴും തിന്മകൾ ഉണ്ടാകാൻ പാടില്ല. എന്തൊക്കെ നന്മകൾ ചെയ്യും അതൊക്കെ ചെയ്യും, ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ആ സമയത്താണ് മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കാൻ വരുന്നതെങ്കിൽ അവൻ്റെ ഇത്ര വലിയ സൗഭാഗ്യവാൻ. അതുകൊണ്ട് സഹോദരന്മാരെ, ഏറ്റവും പ്രധാനമായ വിഷയം തിന്മകളിൽ നിന്ന് മാറി, പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ, അതുപോലെ തന്നെ ഏകാന്തതയിലുള്ള തെറ്റുകൾ, തിന്മകളൊക്കെ മാറും. നമ്മളെ ഫോണിൽ എത്ര ലോക്ക് നമ്പർ അടിച്ചാലും, ഏത് പാറ്റേൺ നമ്മൾ സെറ്റ് ചെയ്താലും ഏത് ഒരു അന്യ പെണ്ണുമായി ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലുള്ള ആരും അറിയണമെന്നില്ല. ഒരു അന്യ ആണുമായി ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരറിയണമെന്നില്ല. പക്ഷെ റബ്ബ് അരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംശയം അത് തെറ്റ് തന്നെയാണ്. അതിൽ ഒരു ഖൈറും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു ലവലേശം ഖൈർ ഉണ്ടായിരുന്നെങ്കിൽ, നന്മ ഉണ്ടായിരുന്നെങ്കിൽ ഇസ്ലാം അനുവദിക്കുമായിരുന്നതാണ്. ഏത്
വിഷയത്തിൽ, ഇസ്ലാം പറഞ്ഞ ഏത് അരുത് എന്ന് പറഞ്ഞ ഏത് വിഷയത്തിൽ ഒരു ഖൈർ പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം. നമുക്ക് അനുവദനീയമല്ലാത്ത ഒരു പെണ്ണിനോട് സംസാരിക്കാൻ പാടില്ല. നമുക്ക് അനുവദനീയമല്ലാത്ത ഒരാണിനോട് സംസാരിക്കാൻ പാടില്ല. ഇസ്ലാമിൽ കാരണം പറഞ്ഞാൽ അത് വൈവിട്ട ഒരു ബന്ധത്തിലേക്ക് ഏർപ്പെടുന്നതാണ്, ഒരവസ്ഥയിൽ എത്തിപ്പെടുന്നതാണ്. അതിന്റെ അവസാനം ഹിതാമത്ത് ഖാത്തിമത്ത് അത് ആ രൂപത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാം അത്ര ഗൗരവത്തിൽ പറയുന്നത്. ഞാൻ ആദ്യമൊക്കെ പറയുന്നത്, പ്രത്യേകിച്ച് ഈ ക്യാമ്പസിലൊക്കെ പഠിക്കുന്ന നമ്മൾ കൂടെ ഉള്ളപ്പോൾ പല വിഷയങ്ങൾ എന്താണോ അതിര് വരുമ്പുകൾ അവിടെ നിൽക്കണം. അതിനേക്കാൾ അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വിഷയത്തിലും കടന്നു പോകാൻ പാടില്ല. പോയി കഴിഞ്ഞാൽ വലിയ അബദ്ധത്തിലേക്കാണ് എത്തുന്നത്. പല ആളുകളുണ്ട് ആ രൂപത്തിൽ കുടുങ്ങിയ പല മനുഷ്യന്മാരും. അതുകൊണ്ട് സഹോദരിമാരെ ഈ കാര്യം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. രണ്ടാമത്തത്, നമ്മുടെ കൂട്ടുകാരാണ് പലപ്പോഴും പല തിന്മയിലേക്കും നമ്മൾ എത്തിപ്പെടാൻ കാരണം. അതുകൊണ്ട് ഇസ്ലാം വളരെ ഗൗരവത്തിലും വളരെ വിശദമായും പറഞ്ഞു ആരായിരിക്കണം നമ്മുടെ ഫ്രണ്ട്സ്, ആരായിരിക്കണം നമ്മുടെ കൂട്ടുകാർ. ക്യാമ്പസിൽ പഠിക്കുന്ന, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരും എന്നെ ചങ്ങായിമാരാക്കാൻ പറ്റില്ല. നാട്ടിലുള്ള എല്ലാ ആൾക്കാരെയും നമ്മളെ കൂട്ടുകാരാക്കാൻ പറ്റില്ല. നമ്മൾ ചങ്ങായിമാരാക്കാൻ, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ഇസ്ലാം പറഞ്ഞ നിബന്ധന ഉണ്ട് ആവശ്യത്തിന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അൽഅഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദു. കൂട്ടുകാർ പരസ്പരം ശത്രുക്കളായി, അന്യോന്യം ശത്രുക്കളായി തീരുന്ന ദിവസമാണ്. ഇല്ലൽ മുത്തഖൂൻ, തഖ്വയുള്ള ആളുകൾ ഒഴിച്ച്. ശത്രുക്കളായി തീരുന്നതാണ്. റബ്ബിന്റെ മുന്നിലെത്തുമ്പോൾ പറയും, നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കും, ക്യാമ്പസിൽ ഒരുമിച്ച് പഠിച്ച ആളുകളായിരിക്കും, ജീവിതത്തിൽ അന്ത്യം വരെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയായിരിക്കും. പക്ഷെ പരലോകത്തെത്തുമ്പോൾ അള്ളാഹിന്റെ മുന്നിൽ പറയും, ഇവനാണ് എന്നെ എല്ലാ തിന്മയിലേക്ക് എത്തിച്ചത്, ഇവന് കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത്, നരകത്തിന്റെ അവകാശിയായി മാറിയത് ഇവൻ കാരണമാണ് എന്ന് പറയുന്നു. പറഞ്ഞില്ല ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലൽ മുത്തഖൂൻ, തഖ്വയുള്ള മനുഷ്യന്മാർ. തഖ്വയുള്ള ആളുകൾ പരസ്പരം എന്തായാലും ഉപദേശിക്കും. തഖ്വയുടെ കാര്യമായിരിക്കും, ദീനിന്റെ കാര്യമായിരിക്കും, ദൈവത്തിന്റെ കാര്യമായിരിക്കും, ദീനുമായി ബന്ധപ്പെട്ട വിഷയം അവർ അയച്ചു തരുന്നത് അങ്ങനെ ആ രൂപത്തിലുള്ളതായിരിക്കും. അവർ നമുക്ക് അയച്ചു തരുന്ന കാര്യം ആ രൂപത്തിൽ ദീനിയായിക്കൊണ്ടുള്ള തഖ്വയുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കുന്നതാണ്. അല്ലാത്ത ഫ്രണ്ട്ഷിപ്പ് എന്തൊക്കെ വീഡിയോസുകളാണ് പല ആളുകൾ അയച്ചു കൊടുക്കുന്നത് പരസ്പരം. ഒരു നന്മ പോലും ആ ജീവിതത്തിൽ അയച്ചു കൊടുത്തിട്ടുണ്ടാവും ഒരാൾക്ക്. ഇന്ന് എവിടെന്നെങ്കിലും തിന്മയുടെ എന്തെങ്കിലും ഒരു ലവലേശം കിട്ടിയാൽ പോലും അപ്പ അയച്ചു കൊടുക്കും അവന്റെ മറ്റുള്ള ആൾക്ക്. അവനെ അതിന് കണ്ട് ആസ്വദിക്കുക, ചിരിക്കുക, ഇതൊക്കെ. ഇന്നൊരു നന്മ അയച്ചു കൊടുക്കുന്നു. ദി ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും വരുന്ന ഒരു പോസ്റ്റർ, നല്ല മെസ്സേജുകൾ. ഇത്തരം ആളുകൾ അത് കണ്ട് മാറിയ ആളുകളുണ്ട്, ദീനിന്റെ വഴിയിലേക്ക് വന്ന ആളുകൾ. ഇങ്ങനെ ഒരുപാട് നന്മകൾ നിറഞ്ഞ കുറേ കാര്യങ്ങൾ ഒരു ഭാഗത്തുണ്ട്. പക്ഷെ ഇത് അയച്ചു കൊടുക്കാൻ സമയം ഉണ്ടാവില്ല, ഇത് അയച്ചു കൊടുത്തിട്ടുണ്ടാവില്ല, ഇത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവില്ല. അതല്ലാതൊക്കെ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. പരലോകത്തെത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ പറയും, അവർ ശത്രുക്കളായി തീരുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ഇവനാ റബ്ബ് ഇങ്ങനെയൊക്കെ ആയി, ഇവന് കാരണം ഞാൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കാരണം. അത് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. പരലോകത്തെത്തുമ്പോൾ അല്ലാഹു ഇവരെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചിരുന്നില്ല എങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറഞ്ഞു അവരാതി പറയുന്ന സമയത്താണ് ഇവരെ കൂട്ടുകാരെ സ്വീകരിച്ചു. ദുനിയാവ് കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ചങ്ങായിമാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ ഏറ്റവും അടുത്ത ചങ്ങായിയായിട്ട് നമുക്ക് എന്താ ബന്ധമുണ്ട്? തിന്നുന്നിടത്ത് കുടിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാത്തതായിട്ട് ഒന്നും ഉണ്ടാവും. സ്വന്തം മാതാപിതാക്കളോട് പോലും പറഞ്ഞിട്ടുണ്ടാവും, നമ്മളെ സുഹൃത്തുക്കളോട് പറഞ്ഞു. പക്ഷെ പരലോകത്തെത്തുമ്പോൾ പറയും, റബ്ബേ ഇവനെ ഞാൻ കൂട്ടുകാരിയായി സ്വീകരിച്ചിരുന്നില്ല എങ്കിൽ എത്ര നന്നായിരുന്നേനെ. ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. എന്ത് കാരണം പറഞ്ഞാലോ, എനിക്ക് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന്, സ്മരണയിൽ നിന്ന് എന്നെ വഴിതെറ്റിപ്പിച്ചത് ഇവനാണ്. ഇനി ഞാൻ പഠിച്ചിരുന്നു, മനസ്സിലാക്കിയിരുന്നു, അറിഞ്ഞിരുന്നു ഇതൊക്കെ തെറ്റാ, ശരിയല്ല, മാറണതൊക്കെ തീരുമാനിച്ചു. പക്ഷെ ഇവൻ എന്ത് ചെയ്തില്ല, അതിന് അവസരം ഇല്ല. ഇവനാണ് എന്നെ ആ തെറ്റുകളിൽ അടിയുറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കിയത്.
ഇവന് ഞാൻ സുഹൃത്തായി സ്വീകരിച്ചിരുന്നില്ല എങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുന്ന അവസ്ഥ. അതുകൊണ്ട് പ്രിയമുള്ള വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, ഒരിക്കലും നമ്മൾ എല്ലാവരും കൂട്ടുകാരായി സ്വീകരിക്കുക അങ്ങനെ ഒരു നിലപാട് നമുക്കില്ല. നമ്മൾ കൂട്ടുകാരായിരിക്കണം ആരായിരിക്കും? തഖ്വയുള്ള ആളുകളായിരിക്കും, റബ്ബിനെ പേടിക്കുന്ന മനുഷ്യന്മാരായിരിക്കും. നിസ്കാരത്തിന് ബാങ്ക് കൊടുത്താലും പള്ളിയിലേക്ക് പോവാത്ത കൂട്ടുകാർ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഒന്ന് റിമൈൻഡ് ചെയ്യുന്ന ഖുർആൻ ഓതി, ഇന്ന് നിസ്കരിക്കാൻ പോകാം, നമുക്ക് നിസ്കരിക്കാൻ പോവാം, ഇന്ന് ഖുർആന്റെ ക്ലാസ് ഉണ്ടായിരുന്നത് കേട്ടോ, ഇന്ന് തസ്കിയ ക്ലാസ് ഉണ്ട് അതിന് പോയോ, അല്ലെങ്കിൽ പോവാം എന്ന് പറയുന്ന കൂട്ടുകാരാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള കൂട്ടുകാരെ നമുക്ക് വേണം. നമ്മൾ വെറുതെ ഒന്ന് കോണ്ടാക്ട് ലിസ്റ്റ് എടുത്ത് നോക്കുക. നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ക്ലോസ് ഫ്രണ്ട് എങ്ങനെയുള്ള ആളാണ്? അതാണ് സഹോദരങ്ങളെ. കാരണം കൂട്ടുകാരാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്? ആളുകളെ തെറ്റിച്ച് കളയുന്നത്, നന്മയിൽ നിന്ന് അവൻ വഴിവിട്ട് പോകാൻ കാരണമായി തീരുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സ്വാദിൽ 24-ാമത്തെ വചനത്തിൽ പറയുന്നത്, വഇന്ന കസീറൻ മിനൽ ഖുലതാ ലയബ്ഗി ബഅ്ദുഹും അലാ ബഅദ്. അധിക കൂട്ടുകാരന്മാരും ചങ്ങായിപ്പാട് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് അധികവും ലയബ്ഗി ബഅ്ദുഹും അലാ ബഅദ്, പരസ്പരം അതിക്രമം കാണിക്കുന്ന ആളുകൾ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇല്ലല്ലദീന ആമനൂ, വിശ്വസിച്ച ആളുകൾ വഴി, വഅമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർ വഴി, വിശ്വാസവും സൽക്കർമ്മങ്ങളും പ്രവർത്തിക്കുന്നവർ വഴി. ബാക്കി എല്ലാവരും അതിക്രമം കാണിക്കുന്നവരാണ്. ഖലീലും മാഹും. അപ്പൊ സൂചിപ്പിച്ചു വന്നത് നമ്മളെ കൂട്ടുകാർ, ഫ്രണ്ട്ഷിപ്പ് ആരുമായിട്ടാകുമെന്ന് പറഞ്ഞാൽ വിശ്വാസികൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനുള്ളത് ഖലീലും മാഹും, അതാണെങ്കിലും വളരെ കുറവാണ്. നമ്മുടെ ക്യാമ്പസിൽ നോക്കിയാലും, വീട്ടിൽ നോക്കിയാലും, കുടുംബത്തിൽ നോക്കിയാലും, നാട്ടിൽ നോക്കിയാലും ഈ പറഞ്ഞ ക്വാളിറ്റി ഉള്ള ആളുകൾ വളരെ കുറച്ച് മാത്രം ഉണ്ടാവും. അധികവും അതിക്രമം കാണിക്കുന്ന ആളുകളാണ്. ഈ റൂട്ടിലല്ല, വിശ്വാസവും സൽക്കർമ്മത്തിന്റെ റൂട്ടിലായിരിക്കില്ല, തിന്മയിലേക്കാണ് അവർ നിങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്നത്, തിന്മയിലേക്കാണ് അവർ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്നൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാ തിന്മകളും നമ്മുടെ ജീവിതത്തിൽ തന്നെ കാണിച്ചു. പല ആളുകളും എനിക്ക് അനുഭവമുണ്ട്, ഡോക്ടർ ഷഹബാസ് കുറേ അനുഭവം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ പല ആളുകളും എങ്ങനെ നിങ്ങൾ ഇതിലേക്ക് എത്തിപ്പെട്ടതെന്ന് ചോദിച്ചാൽ പറയുന്നത്, എൻ്റെ 8ാം ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ 10ലുള്ള എൻ്റെ കൂട്ടുകാരനാണ് ഇതൊക്കെ എനിക്ക് ആദ്യം തന്നതാണ്, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് പറഞ്ഞത് അവരാണ്. അതുകൊണ്ട് ഇസ്ലാം വളരെ ദൂരത്തിൽ പറഞ്ഞു. കാരണം കൂട്ടുകാർക്കാരാണ്, നമ്മളെ ഫ്രണ്ട്സ് കാരണം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നരകത്തിലേക്ക് എത്തിപ്പെടാൻ. നമ്മളെ ക്യാമ്പസിൽ എല്ലാവരും നമുക്ക് ചങ്ങായിപ്പാടാക്കാൻ കഴിയില്ല. അതിൻ്റെ അർത്ഥം അവരോട് ശത്രുത വെച്ച് അവരോട് സംസാരിക്കാതെ മിണ്ടാതെ പോകുന്നല്ല, അവരും കൂടി നന്മയിലേക്ക് കൊണ്ടുവരുന്നതാണ്. നമുക്ക് ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുണ്ടാകേണ്ടത് വിശ്വാസം വെച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ നമ്മളൊന്ന് ഗ്രാഫ് ഇങ്ങനെ താഴത്തേക്ക് പോകുമ്പോൾ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് തരാൻ എന്തെങ്കിലും ഒരു ഇതാണ്. നമ്മളൊന്ന് നിസ്കാരത്തിലേക്ക് പോയി ഇങ്ങനെ മടിച്ചിരിക്കുമ്പോൾ നമുക്ക് നമസ്കാരത്തിലേക്ക് പോകാം, ഇന്ന് ക്ലാസ് എടുക്കുക, ഒരു ചേര ഖുർആനിൻ്റെ കാര്യങ്ങൾ പഠിക്കാം എന്ന് പറഞ്ഞു തരാൻ ആളുകളാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ അങ്ങനെയുള്ള ഫ്രണ്ട്സ് നോക്കുന്നതാണ്. കാരണം ഇതൊന്നും ഇല്ലാത്തൊരു ദിവസം നമുക്ക് വരാനുണ്ട്. അള്ളാഹിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ആരുണ്ടാവും ഉപ്പാക്ക് മക്കളെ വേണ്ടാത്ത ദിവസം, ഉമ്മാക്ക് മക്കളെ വേണ്ട, മക്കൾക്ക് മാതാപിതാക്കളെ വേണ്ട, സഹോദരങ്ങൾക്ക് പരസ്പരം സഹോദരങ്ങളെ വേണ്ട, ആരില്ലാത്ത ദിവസം. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅൻ യുഗ്നി. അന്നത്തെ അവരുടെ കാര്യം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ, എനിക്ക് എങ്ങനെയെങ്കിലും ആ മഹത്തായ വിജയത്തിലേക്ക് എത്തിപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പരിശ്രമിക്കുന്നത്. അന്നത്തെ ദിവസം രക്ഷപ്പെടണമെങ്കിൽ ദുനിയാവിൽ ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മളെ ചങ്ങായിപ്പാട്ടിലൊക്കെ ഒരു മാറ്റം. കാരണം ദുനിയാവിൽ ചിലപ്പോൾ ആളുകൾക്ക് പറയും അവൻ ആരോട് ചങ്ങായിപ്പാടുണ്ടല്ലേ, അവൻ അങ്ങനെയല്ല.
ആളുകൾ പറഞ്ഞു. പക്ഷെ എനിക്ക് പരലോകം ചെയ്യാൻ പാടില്ല. ഞാൻ ഇന്ന വ്യക്തിയെ സുഹൃത്തായി സ്വീകരിച്ചതിന്റെ പേരിൽ പരലോകം നഷ്ടപ്പെടാൻ പാടില്ല. അതാണ് ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം. അതാണ് നരകത്തിലേക്ക് എത്തിയതിനു ശേഷം വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നരകത്തിലേക്ക് എത്തിയ മനുഷ്യന്മാർ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. അവർ അട്ടഹസിച്ച് കരയുന്നതാണ്, മുറവിളി കൂട്ടും. എന്തിനു വേണ്ടി? റബ്ബന അഖ്രിജ്നാ, ഈ നരകത്തിൽ നിന്ന് റബ്ബേ നീ രക്ഷപ്പെടും, ഒന്ന് പുറത്തു കൊണ്ടുവാ. നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞാൻ പ്രവർത്തിക്കാത്ത കുറേ സൽക്കർമ്മങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പ്രവർത്തിച്ചു ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നു. എന്തൊക്കെ ഭാഗ്യങ്ങൾ നമുക്കുള്ളത്. ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാൻ എത്ര അവസരങ്ങളാണ്. ദീനുമായി ബന്ധപ്പെടാൻ നന്മകൾ ചെയ്ത് എത്ര അവസരങ്ങൾ നമുക്കുണ്ട്. നമ്മൾ പോയി എന്തെങ്കിലും കാരണങ്ങൾ, ചെറിയ ചെറിയ കാരണങ്ങൾ നമ്മൾ മാറാം. എല്ലാത്തിനും അവസരം കിട്ടി. എന്നിട്ട് അള്ളാഹ് പറയാം, എനിക്ക് അവിടെ പരലോകത്ത് നരകത്തിൽ എത്തിയതിനു ശേഷം പറയാം, എനിക്കൊരു അവസരം കാണാം, ഞാൻ നന്മകൾ പ്രവർത്തിക്കും, ചെയ്യാതെ വിട്ടേച്ചു പോയ നന്മകൾ ഞാൻ പ്രവർത്തിച്ചോളാം. അള്ളാഹ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മത്തദക്കർ. നിനക്ക് ചിന്തിക്കാനുള്ള ആയുസ് തന്നില്ലേ? അതിനുള്ള ബുദ്ധി തന്നില്ലേ? എത്ര കാലം ജീവിച്ചത്? അതിനുള്ള ആയുസ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? അതുപോലെ തന്നെ വജാഅക്കും നദീർ, താക്കീത് നൽകാനുള്ള ആളുകൾ നിൽക്കാതെ താക്കീത് നൽകി, പറഞ്ഞു തരാനുള്ള ആളുകൾ വന്നില്ല. അമ്പിയാക്കന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു. ഖുർആൻ വേദഗ്രന്ഥങ്ങൾ അല്ലാഹു ഇറക്കി. ആ അമ്പിയാക്കന്മാരുടെ വാരിസുകളായിക്കൊണ്ട് ഉലമാക്കൾ അയച്ചു തന്നു. പറഞ്ഞു തരാൻ ആളുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ദുനിയാവിൽ നിന്ന് മാറ്റം ഉണ്ടായി? ഒരു മാറ്റം ഉണ്ടായി. ദുനിയാവിൽ മാറിയോ? മാറിയില്ല. പിന്നെ അതിൽ തന്നെ പോയി. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ നീ പറയാം ഒരു അവസരം ഉണ്ടാവും. ഇല്ല, തരില്ല. എന്നിട്ട് നരകത്തിലേക്ക് ഫദൂഖു ഫമാ ലിൽവാലിമീന മിൻ നസീർ, അനുഭവിക്കും. നിനക്ക് കിട്ടേണ്ടത് തന്നെയാണ്. പലപ്പോഴും മനുഷ്യന്മാർ പരസ്പരം പറയാം, അവർക്ക് രണ്ട് കിട്ടണം, അല്ലെങ്കിൽ അവർ കൂടിപ്പോയി പറയാം അവൻ. കാരണം ഇത്രയൊക്കെ അവസരം പടച്ചിറപ്പ് കൊടുത്തിട്ട് പോലും അവൻ എന്ത് ചെയ്തില്ല? മാറിയില്ല. ജൂതന്മാരെ കുറിച്ചും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെ കുറിച്ചും എന്ന് നമ്മൾ പ്രാർത്ഥിച്ച ആമീൻ എന്ന് പറയുന്നുണ്ടല്ലോ. അവരുടെ പോരായ്മയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വേദഗ്രന്ഥത്തിൽ നിന്ന് ചിലതെടുക്കും, അവർക്ക് അനുകൂലമായത് എടുക്കും, അവർക്ക് പ്രതികൂലമായത് വിട്ട്. അഫതുമിനൂന ബിബഅദിൽ കിതാബ് വതക്ഫുറൂന ബിബഅദ് ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസിയുൻ ഫിൽ ഹയാത്തിദ് ദുനിയാ. ആര് അഫതുമിനൂന ബിബഅദിൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ നിന്ന് ചിലത് വിശ്വസിക്കുകയും ചിലതിനെ തിരസ്കരിക്കുകയും ചെയ്ത ആളുകൾ, ഫമാ ജസാഉ മിൻകും മൻ യഫ്അലു ദാലിക മിൻകും, ഈ പ്രവണത ആര് നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കുണ്ടോ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാ ഖിസിയുൻ ഫിൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിന്റെ ജീവിതം അല്ലാഹുവിന്റെ നിന്ദ ഉറപ്പായി. അവർക്ക് വേണ്ടതെടുത്ത് അവർക്ക് വേണ്ടാത്തത് തിരസ്കരിച്ച് അവർക്ക് അനുകൂലമായതെടുത്ത് അങ്ങനെ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് നിന്ദ്യത കൊടുക്കണം. പരലോകത്താകട്ടെ അവർക്ക് ഇല്ലാത്ത ശിക്ഷയുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ എല്ലാവരോടും നിന്നടക്കം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗം നേടുക എന്നതാണ്. വാങ്ങുന്നില്ല എന്തല്ലോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഇലക്ഷനിൽ വിജയിക്കുകയും തോൽക്കുക, അതെന്തൊന്നുമില്ല, അതൊക്കെ വേറെ വിഷയമാണ്. പക്ഷെ നമ്മൾ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം ഉണ്ടാകണം, എനിക്ക് സ്വർഗം മറന്ന് എനിക്ക് ദുനിയാവിൽ സ്വന്തം വീടില്ലെങ്കിൽ കുഴപ്പമില്ല, 3 വക്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, എല്ലാം വസ്ത്രം വെച്ച്. പക്ഷെ അതിൻ്റെ കാരണം കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? സ്വർഗം നഷ്ടപ്പെടാൻ പാടില്ല. എൻ്റെ അടുത്ത് അധ്വാനിക്കേണ്ട, പള്ളിയിൽ മാത്രം ഇരിക്കുക, അതൊന്നും പറഞ്ഞില്ല ഇസ്ലാം. ഒക്കെ വേണം, പക്ഷെ അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല. സ്വർഗം ലഭിക്കാൻ അല്ലെങ്കിൽ പരലോകം നേടിയെടുക്കാൻ അതൊന്നും തടസ്സമാകില്ല. ഏതും അങ്ങനെ നമ്മൾ തീരുമാനിച്ച് ജീവിച്ചാൽ അല്ലാഹു വഴികൾ കാണിച്ചു തരുന്നു. ആരല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നു, അല്ലാഹു എക്സിറ്റുകൾ കാണിച്ചു കൊടുക്കും, വഴികൾ തുറന്നു കൊടുക്കും അവർക്ക്. നമ്മൾ വിചാരിക്കാം ഭയങ്കര പ്രയാസം, നടക്കില്ല, അവസാനം ഗതി മുട്ടിയിട്ടാണ് പിന്നെ റോഡിലേക്ക് പോയത്. പല ആൾക്കാരും പലിശയ്ക്ക് പോയത് ഒരു വഴിയില്ല. അല്ലാഹ് പറയും, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്റജ, എക്സിറ്റുകൾ, തുറവികൾ അല്ലാഹു തുറന്നു തരുന്നു. നമ്മളെ കിട്ടിയില്ല. അതാണ് പ്രിയമുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം പരലോകത്ത് വിജയിക്കാം. ദുനിയാവിൽ പ്രശസ്തി നേടി ആളുകൾ കൈയടിക്കുക,
ആളുകളെ ഉഷാറെന്ന് പറയും, ആളുകളെ ഇതൊന്നും നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം പരലോകത്ത് സ്വർഗ്ഗം. അത് നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല. നമ്മളിപ്പോൾ നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതാണ്, അള്ളാഹു മുസ്ലിമായി കൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നീ എനിക്ക് നൽകി. അള്ളാഹു നാളെ പരലോകത്ത് നീ എന്നെ അപമാനിക്കല്ല റബ്ബേ, എനിക്ക് സ്വർഗത്തെ നീ എനിക്ക് നൽകി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു ദിവസം 3 പ്രാവശ്യം ഒരാൾ സ്വർഗം അള്ളാഹിനോട് ചോദിച്ചാൽ ആ വ്യക്തിക്ക് വേണ്ടി സ്വർഗം ശുപാർശ ചെയ്യും. അള്ളാഹു ഈ വ്യക്തി നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ഒരാൾ നരകത്തിൽ നിന്ന് 3 പ്രാവശ്യം കാവൽ രക്ഷ ചോദിച്ചാൽ, കാവൽ തേടിയാൽ ആ നരകം അവന് വേണ്ടി ശുപാർശ ചെയ്യും. അള്ളാഹു ഈ മനുഷ്യനെ നീ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, അങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ട് എല്ലാ പാടാത്തരം അല്ല. അങ്ങനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ മനസ്സ് പറയുന്ന, അദ്ദേഹം ഏത് തിന്മയിലേക്ക് ഏർപ്പെടും, ഇല്ല നീ സ്വർഗം ചോദിച്ചിട്ട് നീ നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ച വ്യക്തിയാണ്, ചെയ്യരുതേ അരുതേ എന്ന് പറഞ്ഞ് അവന്റെ മനസ്സും എന്ത് ചെയ്യും, ആ രൂപത്തിൽ പാകപ്പെടുത്തുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതാണ് ഏറ്റവും പ്രധാനമായത് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത് ഇതാണ്. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാർ, ഫ്രണ്ട്സ്, അത് ഏറ്റവും പ്രധാനമാണ്. കാരണം പലപ്പോഴും എല്ലാ തിന്മകളും അത് തുടങ്ങുന്നത് നമ്മുടെ ആ ഫ്രണ്ട്ഷിപ്പിൽ നിന്നാണ്. അതുകൊണ്ട് ആ ഭാഗം ആരെങ്കിലും നമ്മൾ സൂക്ഷിച്ചില്ല എങ്കിൽ ഖേദിക്കുന്ന ഒരവസ്ഥ വരും. ആരുമില്ലാത്ത ഒരു ദിവസം, അന്നത്തെ ദിവസം ഖബറിലും നമ്മൾ ഒറ്റക്കായിരിക്കും. വഹീദൻ ഫരീദൻ ഫിൽ മഖാബിരി സാവിയ എന്നാണ് കവി പറഞ്ഞത്. ഒറ്റക്കായി നമ്മൾ ആരുമില്ലാതെ ഖബറിൽ കിടക്കുന്ന രംഗങ്ങളെ വരാൻ ഒക്കെ അനുഭവിക്കാറുണ്ട്. നമ്മൾ മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കുന്ന രംഗം നമ്മുടെ ജീവിതത്തിൽ വരാനുള്ളതാണ്. ഖബറിലെ ആദ്യത്തെ ദിവസം അതും വരാനുള്ളതാണ്. അള്ളാഹുവിന്റെ മുന്നിൽ പോയി മഹ്ശറിൽ നിൽക്കുന്ന രംഗം അതും സംഭവിക്കും. ഒക്കെ ഹക്കാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, കളവറിയാത്ത പ്രവാചകരാണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ യാഥാർത്ഥ്യമാകുമെന്നത് ഒരു സംശയമാണ്. അന്ന് എല്ലാവരും ഒരുപോലെ ആര് നന്മ ചെയ്തു ഞാൻ രക്ഷപ്പെടും. ഞാൻ പ്രസംഗിച്ചത് കൊണ്ട് ഞാൻ രക്ഷപ്പെടുന്നില്ല, നിങ്ങൾ കേട്ടതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുന്നില്ല. നന്മ ചെയ്തിട്ടുണ്ടോ, റബ്ബിനെ പേടിച്ചിട്ടുണ്ടോ, ആ തഖ്വ ഉൾക്കൊണ്ടിട്ടുണ്ടോ, എങ്കിൽ അവരാണ് രക്ഷപ്പെടുന്നത് എന്ന ആ തിരിച്ചറിവ് ഉണ്ടാവുക. റഹ്മാനായ റബ്ബ്, ആ റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ, മുഖ്ലിസീങ്ങളുടെ കൂട്ടത്തിൽ, മുവഹ്ഹിദീങ്ങളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നാം ഇത്ര സമയം ഇരുന്നത് ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. اللهم صل وسلم على نبينا محمد. السلام عليكم ورحمة الله